നന്നായി സംസാരിക്കുന്ന പെൺകുട്ടികളെ കേൾക്കാൻ താല്പര്യമുള്ള കേട്ടിരിക്കുന്ന പുരുഷന്മാരുടെ അടിമയായിട്ട് ആ പെൺകുട്ടി മാറും. ഐശ്വര്യയുടെ എന്റെ നെറ്റിയുടെ മുകളിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഒരു സാധനം. എന്താണെന്നറിയോ? ഞാനൊരു തരക്കേടില്ലാത്ത ആളാണ്, ഞാനൊരു പ്രമാണിയാണ്, എക്കാലത്തും ഓർക്കേണ്ട സംഗതിയാണ്. അതിനെ ആര് അഡ്രസ് ചെയ്യുന്നോ ആ കൂടെ നമ്മളങ്ങ് പോകും. ഒരു കുട്ടിയുടെ സങ്കടങ്ങൾ, ആ കുട്ടിക്ക് സങ്കടമില്ലേ, ഇമോഷൻസ് ഇല്ലേ, അത് കേൾക്കാൻ ആള് വേണ്ടേ? അല്ല, ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് പുതിയ പരിപാടിയായിട്ട് വന്നിരിക്കുക, നിങ്ങളൊന്ന് പയ്യെ ചീറ്റിപ്പോയി. ഇന്ന് രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. കയ്യിലൊരു ചെറിയ ബ്ലേഡ് ഉണ്ട്. ഈ കുട്ടിയെ കേൾക്കാൻ ആ അച്ഛന് മുമ്പ് പറ്റുമായിരുന്നെങ്കിൽ ആ കുട്ടി ഒരു മികച്ച കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് മാറിയാനെ. ഇത് നടക്കുന്നില്ലല്ലോ, ഇത് നടക്കുന്നില്ല. സ്ക്രീൻ ടൈമിലാണ് മുഴുവനുള്ളത്. അപ്പൊ ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. ആ കുട്ടിയാണ് അതിന് കുറ്റക്കാര്. നമുക്ക് ടോം ആൻഡ് ജെറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുള്ള ഒരു കോമിക് ക്യാരക്ടർ മാത്രമായിരുന്നു, അല്ലെ? കാർട്ടൂൺ സിനിമകളായിട്ട് അവന്റെ ലോകം തന്നെ കാർട്ടൂണാണ്. കാർട്ടൂൺ ലോകം, മനുഷ്യരെല്ലാം കാർട്ടൂണുകളെ പോലെ കാണാൻ പഠിച്ച ലോകം. ഇമോഷനൊക്കെ തമാശയോടെ നോക്കി കാണാൻ പഠിച്ച ലോകമല്ല അവനെവിടെ ഇമോഷൻ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാനിപ്പുലേറ്റേഴ്സിനെ പറ്റി പറഞ്ഞു തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ കമ്മ്യൂണിക്കേഷനിലുള്ള പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു. അതിനുശേഷം നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞാൽ, കുട്ടികളെ നമ്മൾ എങ്ങനെ ഈ ഫോണിൽ നിന്ന് സ്ക്രീൻ ടൈം ഒക്കെ കുറച്ച് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കി കൊണ്ടുവരാം എന്നതാണ് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചിരുന്നത്. പക്ഷേ എൻ്റെ സംശയം ഇതാണ്, ഇപ്പോൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പേരൻസ്, ഇപ്പം നേരത്തെയാണ് അമ്മമാര് വീട്ടിൽ തന്നെ ഉണ്ടാവും, അച്ഛന്മാര് മാത്രമേ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അച്ഛൻ ഗൾഫിലായിരിക്കും. അമ്മയുടെ പ്രസൻസ് ഫുൾ ടൈം കുട്ടികളുടെ കൂടെ തന്നെ പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോന്ന് വെച്ചാൽ അതല്ല അവസ്ഥ. ഇപ്പൊ നോക്കുമ്പോൾ കൂടുതലും സിംഗിൾ മദേഴ്സ് ആണ്, കൂടാതെ അവരും വർക്കിംഗ് ആയിരിക്കും. അവര് താമസിക്കുന്നത് തന്നെ ചിലപ്പം ഗ്രാൻഡ് പേരൻസിനൊപ്പം ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത് നമുക്ക് അത്രത്തോളം പെട്ടെന്ന് പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ എങ്ങനെ കുട്ടികളിൽ നിന്ന് അതെങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പറ്റും? അതായത് ഈ പറയുന്ന പോലെ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ വിടൂ, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ കളിക്കാൻ വിടൂ, അതൊന്നും ഇപ്പൊ നടക്കാത്തൊരു സാമൂഹിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ കുട്ടികളിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും? നമ്മള് ഇപ്പം ഐശ്വര്യയുടെ ഒരു പ്രായവും എന്റെ ഒരു പ്രായവും ഒരുപാട് വ്യത്യാസമുണ്ട്. അതെ, ഞാനൊക്കെ കാളവണ്ടി മുതൽ മൊബൈൽ ഫോണും ഇപ്പോ ഈ ആൽഫ ജെൻസി പിള്ളേരെ വരെ കണ്ടിട്ടുള്ള ആളാണ്. അത്രയും ഒരുപാട് വലിയ തലമുറയെ കാണാൻ ഭാഗ്യം എന്ന് ഞാൻ പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് എന്നെ പോലുള്ള ആളുകളൊക്കെ. അപ്പോ അതേസമയത്ത് ഈ പറയുന്ന യോജിക്കുന്ന നിങ്ങൾക്ക് ഓഫ് കോഴ്സ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഉണ്ടായതിന് മുമ്പാണ് നിങ്ങളുടെയൊക്കെ ജനനം എന്ന് ഐ തിങ്ക് ഞാൻ വിചാരിക്കും, അല്ലെ? അപ്പൊ മൊബൈൽ ഫോണിന്റെ നടുവിലേക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ലോകത്തേക്ക് ജനിച്ചു വീണിട്ടുള്ള ആൽഫ പിള്ളേര്, അല്ലെ? ഈ ആൽഫ ജെൻസ്, ഈ ജെൻസി പിള്ളേര്, ആൽഫ ജെൻസി വേറെ, ആൽഫ ജെൻസ് വേറെ, ഈ ജെൻസ് വേറെ. അവരുടെ ലോകം എന്ന് പറയുന്നത് അവന്റെ പിന്നെ എൻസൈക്ലോപീഡിയ എന്താണ്? ഗൂഗിളാണ്. അവന്റെ വിവര സാങ്കേതികം മുഴുവൻ അവൻ ഗൂഗിളിനെയാണ് ആശ്രയിക്കുന്നത്. അവനെ തെറ്റൊന്നും പറയാൻ പറ്റില്ല. അവൻ കണ്ടു വളർന്നത് ഈ സാങ്കേതിക വിദ്യയുടെ ലോകത്താണ്. അവന്റെ കമ്മ്യൂണിക്കേഷന് വേണ്ടി അവൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് അവന്റെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോണും സിസ്റ്റവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ ഉപകരണങ്ങളുമാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരാള് ഏത് കാര്യമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അവൻ അതിന് അഡിക്ഷൻ ഉണ്ടാവും, അതിന് കൂടുതൽ താല്പര്യമുണ്ടാവും. നമുക്കൊരു വായനയെ, അത് ക്രിയേറ്റീവ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനെ അഡിക്റ്റഡ് എന്ന് പറയുന്നത്. ഇതിനകത്തൊരു അഡിക്ഷൻ എന്ന് പറയുന്നത് വായനയെ നമ്മൾ അഡിക്ഷൻ എന്ന് പറയില്ലല്ലോ. ഒരു വായന നമുക്ക് ഭയങ്കര അഡിക്ഷൻ ആയിട്ടുള്ള ഒരാളാണ് അവൻ എന്ന് പറഞ്ഞില്ലല്ലോ. കാരണം വായന ഒരു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വായനക്കകത്തൂടെ നമുക്ക് ഒരുപാട് പുതിയ നോളജ് ലഭിക്കുന്നുണ്ട്, അല്ലെ? ഒരു എഴുത്തുകാരൻ ഉണ്ടാക്കുന്ന ഒരുപാട് അവന്റെ അനുഭവങ്ങളിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് അവൻ പകർന്നു നൽകുകയാണ്. അതേസമയത്ത് ഇവിടെ ആ പകർന്നു നൽകപ്പെടൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഒരു ഇമോഷന്റെ ലാക്ക് ഓഫ് ഇമോഷൻ ഉണ്ട് ഈ ലോകത്താണ് ഈ കുട്ടികളൊക്കെ. അപ്പം അവരെ ശ്രദ്ധിക്കാൻ നേരമില്ല, അച്ഛനും അമ്മയ്ക്കും നേരമില്ല. അവരവരുടെ ലോകത്താണ് എന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള തിരക്കിലായിരിക്കാം. ആ തിരക്കിലായിരിക്കാം അവർ മറന്നു പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മുമ്പ് എപ്പോഴും പറഞ്ഞ ഒരു സാധനമുണ്ട്, കുട്ടികളെ കാണാനല്ല കേൾക്കാൻ മറന്നു പോകും. ഈ കേൾവിയുടെ ലോകത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ട് വരുന്നില്ല കുട്ടികൾ എത്രത്തോളം അവരെ കേൾക്കാൻ, അവർക്കൊക്കെ എനിക്കെന്തോ പറയാനുണ്ട്. ലോകത്തുള്ള എല്ലാ മനുഷ്യനും എന്തൊക്കെ പറയാനുണ്ടെന്നേ. എനിക്ക് പറയാനുള്ളതൊന്നും നിങ്ങളൊന്ന് കേൾക്കൂ. ഐശ്വര്യയുടെ എന്റെ നെറ്റിയുടെ മുകളിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഒരു സാധനം. എന്താണെന്നറിയോ? ഞാനൊരു തരക്കേടില്ലാത്ത ആളാണ്, ഞാനൊരു പ്രമാണിയാണ്, എക്കാലത്തും ഓർക്കേണ്ട സംഗതിയാണ്. അതിനെ ആര് അഡ്രസ് ചെയ്യുന്നോ ആ കൂടെ നമ്മളങ്ങ് പോകും. ഐശ്വര്യ
സാധാരണ പറയുന്നത് പെൺകുട്ടികൾ സാധാരണ പുരുഷന്മാര് നന്നായി സംസാരിക്കുന്ന പെൺകുട്ടികളെ കേൾക്കാൻ താല്പര്യമുള്ള കേട്ടിരിക്കുന്ന പുരുഷന്മാരുടെ അടിമയായിട്ട് ആ പെൺകുട്ടി മാറുന്നു, ആ സ്ത്രീ മാറും എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഒരു സൈക്കോളജി ഉണ്ട്. അടിമയെ മാറും എന്നല്ല ഞാൻ പറയുന്നത്, ഒരു സൈക്കോളജി ഉണ്ട്. കേൾവിക്ക് അത്ര വലിയ ശക്തിയുണ്ട്. എന്നെ ഈ ലോകം ഒന്ന് കേട്ടിരുന്നെങ്കിൽ, ഞാൻ പറയുന്നൊന്ന് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നമ്മളൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട് അല്ലെ? നമ്മൾ ഉള്ളിൽ കരഞ്ഞിട്ടില്ലേ? ഞാൻ ആരോടാ ഒന്ന് പറയുക എന്റെ സങ്കടങ്ങൾ അല്ലെ? അപ്പൊ എന്റെ സങ്കടങ്ങൾ ആരോടാ പറയുക എന്ന് പറയുമ്പോൾ അവിടെ എന്താ പ്രോസസ്സ്? കേൾക്കുക. എന്റെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടായി എനിക്ക് വലിയ സന്തോഷമല്ലേ? ഒരു കുട്ടിയുടെ സങ്കടങ്ങൾ, ആ കുട്ടിക്ക് സങ്കടമില്ലേ, ഇമോഷൻസ് ഇല്ലേ, അത് കേൾക്കാൻ ആള് വേണ്ടേ? എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റും കാണുന്ന എത്രയോ കുട്ടികൾ, നല്ല ഒന്നാന്തരം കഴിവുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും കേൾക്കാൻ ആളില്ലാതെ അച്ഛനും അമ്മയ്ക്കും കേൾക്കാൻ സമയമില്ല, ഒരു നിമിഷം പോലും ഇല്ല. ഇപ്പൊ ഒരു സ്റ്റോറി ഞാൻ പറയാം. സ്റ്റോറി എന്ന് തന്നെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു മിഷിഗണിലെ ഒരു ടീച്ചറ്, ആ ടീച്ചറ് കുട്ടികൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഡേ പ്രഖ്യാപിച്ചു. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഡേ പ്രഖ്യാപിച്ചപ്പം ആ ടീച്ചർ പറഞ്ഞു, നിങ്ങളെ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പോയിട്ട് എനിക്ക് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഇതാണെന്ന് അറിയിക്കണം എന്ന് പറയുകയും അത് ഇനി അവരൊരാളോട് കൂടി അറിയിക്കാൻ പറയും, ഇതൊരു തുടർച്ചയായിട്ട് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു പയ്യൻ, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയ പയ്യൻ നേരെ സൈക്കിൾ ചവിട്ടി നേരെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു ഓഫീസിൽ ചെന്നിട്ട് അവൻ അവിടുത്തെ അസിസ്റ്റന്റ് മാനേജരോട് പറഞ്ഞു, നോക്കൂ എൻ്റെ ടീച്ചർ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ഈ ആഴ്ച ആചരിക്കുകയാണ്, അപ്പം നമ്മളോട് സഹായം ചെയ്യുന്നവരോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കമ്പനിയോടും അങ്ങയോടും ഉള്ള എൻ്റെ എല്ലാ ഗ്രാറ്റിറ്റ്യൂഡും അറിയിക്കുകയാണ്. ഓ, വളരെ സന്തോഷം മോനെ. ഒപ്പം സാർ, നിങ്ങൾക്ക് വേറെ ആരോടെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുണ്ടെങ്കിൽ അതും അറിയിക്കും. അങ്ങനെ അവൻ പോയി, ഒരു ചെയിൻ പോലെ. അപ്പൊ അയാൾ ഇങ്ങനെ ആലോചിച്ചു, സംഭവമൊക്കെ ശരിയാണ്, ഞാൻ ആരോടാണ് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാനുള്ളത്? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ ബോസ് ഉണ്ടല്ലോ, അയാളൊരു മൊശടനാണ്, പക്ഷെ ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ പോലും ഞാനൊന്ന് പോയി നോക്കാം, അകത്തെന്തോ തിരക്കും ദേഷ്യമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. കുറച്ചു മുമ്പ് കൂടെ എന്നെ ഫോണിൽ വിളിച്ച് ചീത്ത വിളിച്ചു, ഞാൻ കുഴപ്പമില്ല, ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ, എൻ്റെ ഉള്ളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. നോക്ക് ചെയ്തു, വാ അകത്തുന്നു. സാർ എന്തോ എഴുതിക്കൊണ്ടോ വായിച്ചുകൊണ്ടോ നോക്കിക്കൊണ്ടോ ഇരിക്കുകയാണ്. അല്ല സാർ, ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡാ. ആർക്ക്? അല്ല സാർ, എനിക്ക്. നിനക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആരോട്? അല്ല സാറിനോട്. എന്നോട് ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതാ, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡിനാണ് വന്നിരിക്കുന്നു. എന്നിട്ട് എന്താ സംഭവം? സാർ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു പയ്യൻ, അവൻ നല്ല പയ്യൻ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ കണ്ടോണം, പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അവനൊരു നല്ല പയ്യനാ. അപ്പൊ ഇയാൾ പറഞ്ഞു, സാർ ഇങ്ങനെ ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് തനിക്കെന്താ പറയാനുള്ളത്? നീ കുറച്ച് തിരക്കുണ്ട്, എനിക്ക് അങ്ങയോടുള്ള എല്ലാവിധ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഫോർ വാട്ട്? എനിക്ക് നല്ലൊരു ജോലി തന്നതിന്, എന്നെ ഈ കമ്പനിയിൽ സ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, എൻ്റെ ഫാമിലി ഈ ശമ്പളം കൊണ്ടാണ് കഴിയുന്നത്, അതിനൊക്കെ ഞാൻ അങ്ങയോട് തീരാത്ത നന്ദി അറിയിക്കുകയാണ്. ഓക്കെ ഓക്കെ, എനിക്ക് നന്ദിയൊക്കെ ഉണ്ടായാൽ മതി, ഇതൊക്കെ എപ്പോഴും ഉണ്ടാവണം കേട്ടോ. സാർ, ഒരു കാര്യം കൂടെ സാർ, ആ പയ്യൻ പറഞ്ഞത് ഇനി അങ്ങേക്ക് ആരോടെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുണ്ടെങ്കിൽ, നന്ദി അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കാമെന്നാണ്. ശരി ശരി ശരി. പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ ആകെ ടെൻഷനായി. വെറുതെ ഒരു തോന്നൽ. കുറച്ച് നേരത്തെ ഇറങ്ങിയ ആ ദിവസം 4 മണിക്ക് ഇറങ്ങി, 6 മണിക്ക് പോകുന്ന ആള് ഡ്രൈവ് പോകുന്നതിനിടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചു, ആരോടാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്? മകനെ ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട്, ഭാര്യയെ കണ്ടമാനം ചീത്ത വിളിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ പേരിൽ കണ്ടമാനം അവർ മാനസികമായി വലിയ പ്രയാസത്തിലാണ് മകനെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്ന് അവനെ ചേർത്ത് പിടിക്കണം. എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് എൻ്റെ ഭാര്യയോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. എന്നെ സ്നേഹിച്ചതിന് എൻ്റെ മകനോട് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അറിയണം. അവനെ ഒന്നൊന്ന് ഹഗ് ചെയ്യണം. നേരെ വണ്ടി കൊണ്ട് ചവിട്ടി നേരെ ഡോറടച്ച് ബാഗ് എടുത്ത് നേരെ ചെല്ലുമ്പോൾ അടുക്കളയിലേക്ക് വന്നപ്പം ഭാര്യ അവിടെ ഉണ്ട്, മുഖമൊക്കെ വീർപ്പിച്ചിരിക്കുകയാണ്. തലേന്ന് എന്തോ ചീത്ത പറഞ്ഞിട്ട് പോയ, രാവിലെ ചീത്ത പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് വീണ്ടും ഇയാൾ ചീത്ത പറയാൻ വന്നിരിക്കുക. ഇയാൾ അഗ്രസീവ് നേച്ചറാണ്. അപ്പം ഇവരൊന്ന് പാളി നോക്കി. ഇവിടെ നോക്കിയപ്പോൾ തന്നെ ഹായ് എന്ന് പറഞ്ഞപ്പം അവരിങ്ങനെ എന്തെന്ന് കണ്ടുകൊണ്ട് നോക്കി. അല്ല, ഞാനിങ്ങനെ ഒരു എന്താ പറ്റി നിങ്ങൾക്ക്? അല്ല, ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് പുതിയ പരിപാടിയായിട്ട് വന്നിരിക്കുക, നിങ്ങളൊന്ന് പയ്യെ ചീറ്റിപ്പോയി. അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ഏറ്റില്ല. നേരെ വന്നിട്ട് റൂം ലോക്ക് ചെയ്തിരിക്കുക. മകന്റെ നോക്ക് ചെയ്തു. 2-3 തവണ നോക്ക് ചെയ്തതിന് ശേഷം കാത്തു നിന്നതിന് ശേഷമാണ് റൂം തുറന്നത്. അവന്റെ മുഖമാകെ വിളറിയിരിക്കുന്നു. മോനെ, ഞാൻ അകത്ത് വരട്ടെ? ശരി, അകത്ത് വന്നു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പപ്പ അവനെ അടുത്ത് വിളിച്ചു. പപ്പ പറഞ്ഞു, മോനെ, നിന്നോട് ഞാൻ ഒരുപാട് മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, മമ്മയോടും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ എന്നോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, നിന്റെ മനസ്സ് വേദനിപ്പിച്ചതിന്. നിന്നോട് എനിക്ക് തീരാത്ത ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ അവൻ ആ ഫാദറിന്റെ കണ്ണുകളിലേക്ക് നോക്കി.
ഫാദറിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, പപ്പ, എൻ്റെ ടീച്ചർ എന്നോട് പറഞ്ഞു, ആരോടെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് അറിയിക്കണം. അപ്പം ആ ഗ്രാറ്റിറ്റ്യൂഡ് പപ്പയോട് അറിയിക്കാനായി ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഞാൻ ഒരുപാട് മാനസികമായി തകർന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. കയ്യിലൊരു ചെറിയ ബ്ലേഡ് ഉണ്ട്. ഈ ബ്ലേഡുമായിട്ട് പപ്പ വരുമ്പോൾ ഞാൻ ബാത്റൂമിൽ കയറുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നെർവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴാണ് പപ്പയുടെ നോക്ക് കേട്ടത്. അപ്പം അതിനു മുമ്പ് പപ്പ വരുന്നതിന് മുമ്പ് ഞാനിത് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ അത് ചെയ്യാൻ അത് മാറ്റിവെക്കുകയാണ്. എൻ്റെ എല്ലാ ഗ്രാറ്റിറ്റ്യൂഡും പപ്പയെ ഞാൻ അറിയിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ അച്ഛനും മകനും പരസ്പരം വാരിപ്പുണർന്ന് നിൽക്കുന്നതാണ് അവിടേക്ക് കയറി വന്ന അമ്മ കണ്ടത്. മനസ്സിലായി? ആ ഗ്രാറ്റിറ്റ്യൂഡ്. ഒരേ ടീച്ചർ, ഇവന്റെ ടീച്ചർ എന്ന് പറഞ്ഞാൽ മറ്റേ പയ്യന്റെ അതേ ടീച്ചറാ, അതേ സ്കൂൾ. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നത് കണ്ടോ? എവിടേക്കാ വന്നത്? പിടി കിട്ടിയോ? ഇതാണ് ഇതിനകത്തൊരു ഈ കുട്ടിയെ കേൾക്കാൻ ആ അച്ഛനൊക്കെ മുമ്പ് പറ്റുമായിരുന്നെങ്കിൽ ആ കുട്ടി ഒരു മികച്ച കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് മാറിയാനെ. അവന് പറയാനുള്ള കാര്യങ്ങൾ കേട്ട്, അവന്റെ കഥകൾ കേട്ട്, അവന്റെ കുഞ്ഞു കുഞ്ഞു കഥകൾ കേട്ട്, പിന്നില്ലേ ഇന്നാളൊരു ദിവസമില്ലേ അപ്പാ അങ്ങനെ അച്ഛാ അങ്ങനെയില്ല, അമ്മ അത് കണ്ടില്ല, ഒറ്റ അവിടെ ചെന്നപ്പോഴേ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ വന്നപ്പോൾ ഇയാളിങ്ങനെ പറയുമ്പോൾ ഇന്നാളൊരു ദിവസം അയാൾ എന്നോട് പറയാണ്. അപ്പൊ അതെന്താ പറഞ്ഞു, എന്റെ ഗോകുൽ എന്നോട് പറഞ്ഞു അമ്മ. അപ്പം രാഖി ഇങ്ങനെ പറഞ്ഞു അമ്മ ഈ കഥ മുഴുവൻ കേട്ടാ. എന്നിട്ട് ഏത് രാഖി? മറ്റേ രാഖി. ഇത് മുഴുവൻ പറയുമ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞ് പഠിക്കുകയാണ്. ഇത് നടക്കുന്നില്ലല്ലോ, ഇത് നടക്കുന്നില്ല. സ്ക്രീൻ ടൈമിലാണ് മുഴുവൻ ഉള്ളത്. അപ്പൊ ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. ആ കുട്ടിയാണ് അതിന് കുറ്റക്കാര്? അല്ല. അവന്റെ ലോകം അതാണ്. അവൻ ജനിച്ചു വളർന്ന അവന് പരിചയമുള്ള ലോകം, അവന്റെ കഥാപാത്രങ്ങൾ, അവന്റെ മറ്റാളുകൾ, കാർട്ടൂൺ കഥാപാത്രങ്ങൾ, ടോം ആൻഡ് ജെറി അടക്കമുള്ള. നമുക്ക് ടോം ആൻഡ് ജെറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുള്ള ഒരു കോമിക് ക്യാരക്ടർ മാത്രമായിരുന്നു, അല്ലെ? കാർട്ടൂൺ സിനിമകളായിട്ട് അവന്റെ ലോകം തന്നെ കാർട്ടൂണാണ്. കാർട്ടൂൺ ലോകം. മനുഷ്യരെല്ലാം കാർട്ടൂണുകളെ പോലെ കാണാൻ പഠിച്ച ലോകം. ഇമോഷനൊക്കെ തമാശയോടെ നോക്കിക്കാണാൻ പഠിച്ച ലോകമല്ല. അവനെവിടെ ഇമോഷൻ? അവന് മോഷൻ മാത്രമേ ഉള്ളൂ, ഇമോഷൻ ഇല്ല. അപ്പൊ അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ശരിക്കും നമുക്കുണ്ട്. നല്ല ഗുഡ് പേരന്റിങ്ങിന്റെ കുറവുണ്ട്. നല്ല മികച്ച പേരന്റിങ് നമുക്ക് ആവശ്യമാണ്.